നേരത്തെ പറഞ്ഞതുപോലെ എത്ര ആളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നിടത്തുനിന്ന് പതുക്കണ് മുങ്ങും. അത് പറയുമ്പോൾ മാറിപ്പോകുന്നു, അല്ലെ ഈ വിഷയമാണ് മാറ്റും. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. പല ആളുകളും ഇവിടെ ഇരിക്കണോലോടല്ലാതെ, ഇവിടെ ഇരിക്കണോ ചിലപ്പോൾ ഇപ്പൊ കേൾക്കാൻ തയ്യാറായി എന്ന് വരും. പറയുമ്പോ എനിക്ക് അങ്ങനെയൊന്നുമല്ല, ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞാലേ ഞാനായി പെടൂല എന്ന് പറയാൻ. അല്ലാത്തതൊന്നും കേട്ടിട്ടില്ലാത്ത ഒരാളോട് അടുത്ത വെച്ച് നിങ്ങൾ മരണത്തെക്കുറിച്ച് പറഞ്ഞു നോക്കിയേ, കുറെ ഇങ്ങനെ കഴിയുമ്പോൾ അയാൾ വേറെ എന്തൊരു വിഷയം മാറ്റിയിട്ടേ ആ വിഷയത്തിൽ നിന്നാണ് പോകും. അപ്പൊ എന്താ പേടിയാണ്? പേടിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെ പേടിച്ചിട്ട് കാര്യമുണ്ടോ? എന്താണ് മരണത്തെക്കുറിച്ചുള്ള ചിന്ത, മരണത്തെക്കുറിച്ച് പേടി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വലിയ പേടിയാണോ എന്ന് പറയുന്നത് കാപ്പട്ടിയാണ്. പേടിയുണ്ടോ? ജീവിതം മാറ്റം വരണം. അതിനാ മരണചിന്ത അധികരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാതെ മരിക്കോലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഭക്ഷണമൊന്നും കഴിക്കില്ല, വെള്ളവും കുടിക്കില്ല, ഉറങ്ങണമില്ല, അങ്ങനെ ഇരിക്കാൻ പറഞ്ഞു? അത് പറഞ്ഞില്ല. മരണചിന്ത കൊണ്ടുണ്ടാകേണ്ട നേട്ടം, എന്റെ ജീവിതം നന്നാക്കാൻ എനിക്ക് പറ്റണം. എനിക്ക് ജീവിതം നന്നാക്കാൻ കഴിയണം. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയണം. നല്ല നല്ല കാര്യങ്ങൾ അവസരം പാഴാക്കാതെ പെട്ടെന്ന് ചെയ്യാനുള്ള താല്പര്യം എന്നിൽ ഉണ്ടാക്കണം. അതാ മരണചിന്ത കൊണ്ടുള്ള പ്രയോജനം. അല്ലാതെ മരിക്കുന്ന ആർക്കും അറിയാത്ത ആയത്തോ ഹദീസൊന്നും ഓതിയില്ലെങ്കിലും എല്ലാവർക്കും മരിക്കാം. ഏത് നിരീശ്വരവാദി സമ്മതിക്കും മരിക്കുന്നു? നിവൃത്തിയില്ല, അത് അംഗീകരിക്കാതെ നിവൃത്തിയില്ല. ആ അംഗീകാരം ഇവിടെ ആർക്കും വേണ്ട. അള്ളാന്റെ അടുക്കൽ അതിനൊരു വിലയില്ല. മരിക്കുന്ന വിശ്വാസം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, അതിൽ അള്ളാന്റെ അടുക്കൽ ഒരു വിലയില്ല. മരിക്കുന്ന വിശ്വാസം ഉണ്ട് എന്ന് എപ്പോഴാ ബോധ്യാവല്? അള്ളാഹു പ്രതിഫലം തരുന്ന മരണചിന്ത ഏതാ? എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് ഞാൻ വിധേയമാകുമ്പോ, എന്റെ ജീവിതത്തിൽ ആ ചിന്ത സ്വാധീനിക്കുമ്പോ, ഇതുവരെ കടന്നു വന്ന മാർഗങ്ങളിൽ നിന്ന് മാറിയിട്ട് എനിക്ക് മരിച്ചു പോകണമല്ലോ എന്ന ചിന്ത എന്റെ മനസ്സിൽ ഇടം നേടുമ്പോ, ഇതുവരെ കഴിഞ്ഞുപോയ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ മാനസികമായ ദുഃഖം നമ്മുടെ മനസ്സിൽ വരാൻ, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഏറെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകണമെന്ന പുനർവിചിന്തനത്തിന് എന്നെ വിധേയമാക്കാൻ, അതാണ് ഒറിജിനൽ മരണചിന്ത. അതാണ് അധികരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. നമ്മളറിയുന്നില്ല ഒരു ദിവസം എത്ര തവണ നമ്മളെ കൊണ്ട് മരണത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടല്ലേ? ഏതൊക്കെ ഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിൽ മരണചിന്ത ഉണ്ടാക്കുന്ന ദുആകളാ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് എന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഒരു ചെറു മരണത്തിൽ ഞങ്ങളെ മരിപ്പിച്ചു കിടത്തിയതിന്റെ ശേഷം വീണ്ടും ഹയാത്താക്കിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. വഇലൈഹിൻ നുശൂറിനെ അവന്റെ അടുക്കലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അവിടെ ഖബർ ഓർമ്മയായി, ഖബറിന്ന് പിന്നെ എഴുന്നേറ്റിട്ടുള്ള മഹ്ശറിലേക്കുള്ള പോക്കും ഓർമ്മയായി, മരണം ഓർമ്മയായി. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ എനിക്ക് മരിക്കണതാ, ഞാൻ പതിലാണ് മരിച്ചിരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് എഴുന്നേൽക്കൂലായിരുന്നു, ഇപ്പൊ എനിക്ക് വീണ്ടും ജീവൻ തന്നത് അള്ളയാണ്. ആ ഓർമ്മ നമ്മളെ മനസ്സിൽ അപ്പൊ തന്നെ വന്നില്ലേ? ഒരു ഡേ തുടങ്ങാണ്, നമ്മുടെ ഒരു ഡേയുടെ ആരംഭമാണ്, ഒരു ദിവസത്തിന്റെ തുടക്കമാണ്. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദ്ന ലീ ബിദിക്രിഹി. എന്റെ ശരീരത്തിന് സുഖം തന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും, എന്നിലേക്ക് എന്റെ ആത്മാവിനെ തിരിച്ചു തന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും, അവനെ ഓർക്കാനും പറയാനും തൗഫീക്ക് തന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയേണ്ട ദിക്റല്ലേ അത്? അപ്പൊ എവിടേക്കാ ഈ റൂഹ് പോയത്? ഈ റൂഹ് കുറച്ചുനേരം അള്ളാഹ് അവിടെ പിടിച്ചു വെച്ചിരുന്നു. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അള്ളാഹ് റൂഹിനോട് പിടിച്ചു വെക്കുന്നുണ്ട്. എന്താ ഇതിന്റെ രൂപം നമുക്കറിയൂല. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖദാ അലൈഹൽ മൗത് ഫയുർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ. മനുഷ്യന്റെ മരണനേരത്ത് അല്ലാഹു ആത്മാവിനെ പിടിച്ചു വെക്കുന്നു. അതുപോലെ തന്നെ അവൻ ഉറങ്ങുന്ന നേരത്തും ആത്മാവിനെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് മരണം വിധിച്ചിട്ടുള്ള ആത്മാവിനെ അള്ളാഹ് അവിടെ തന്നെ വെക്കും. മരണം വിധിച്ചിട്ടില്ലാത്തവന് അവന്റെ ഉണർച്ചയുടെ നേരത്തേക്ക് റബ്ബ് അവന്റെ റൂഹങ്ങൾ തിരിച്ചു കൊടുക്കും. ഇതാ ഡെയിലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരു ദിവസത്തിന്റെ തുടക്കത്തിലേ നമ്മെ മരണവും ഖബറും മഹ്ശറും വിചാരണയൊക്കെ അള്ളാഹ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഓർമ്മല്ല, പറയണന്നല്ല. നീ പറഞ്ഞാൽ അത് ഓർക്കുന്നുണ്ടോ? അതെന്തോ ഓട്ടോമാറ്റിക്കലായിട്ട് ആളെ കാണുമ്പോ അസ്സലാമു അലൈക്കും പറയും പോലെ രാവിലെ ചിലപ്പോ നീക്കുമ്പോ ഓർമ്മ വന്നെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന് ചിലപ്പോ പറയാ, അതന്നെ ചിലപ്പോ ഫുള്ള് പറയാൻ കിട്ടൂല.
അത് പറയൂല. തുടക്കത്തിലേ അത് ഓർമ്മിപ്പിച്ചില്ലേ? ഇനി രാത്രി എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇതന്നല്ലേ ഓർമ്മിപ്പിക്കുന്നത്? എല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇതന്നല്ലേ ഓർമ്മിപ്പിക്കുന്നത്? ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി ഫർഹംഹാ വഇൻ അർസൽതഹാ ഫഹ്ഫദ്ഹാ ബിമാ തഹ്ഫദു ബിഹി ഇബാദകസ് സാലിഹീൻ. എന്താ അവിടെയും പറയുന്നത്? ബിസ്മിക റബ്ബി വദഅതു ജംബി, അല്ലാഹുവേ നിന്റെ നാമത്തിൽ എന്റെ ശരീരം ഞാനിതാ എന്റെ ബെഡിൽ വെച്ചു, ഞാൻ അതാ കിടക്കുന്നു. എന്റെ ബോഡിയിൽ നിന്ന് എന്റെ ആത്മാവിനെ നീ എങ്ങാനും ഊരിയെടുക്കുകയാണെങ്കിൽ, ഈ ഉറക്കത്തിൽ ഞാനാണ് മരിക്കുകയാണെങ്കിൽ നീ എന്റെ ആത്മാവിനോട് കാരുണ്യം കാണിക്കണം. അതല്ല, നീ എന്റെ ആത്മാവിനെ തിരിച്ചു തരികയാണെങ്കിൽ നീ അതിനെ കാത്തുകൊള്ളണം. ഏതുപോലെ നിന്റെ സാലിഹീങ്ങളെ നീ എപ്രകാരം കാത്തുരക്ഷിക്കുന്നുവോ അപ്രകാരം നീ എന്നെ കാത്തുരക്ഷിക്കണം. കമാ തഹ്ഫദു ബിഹി ഇബാദകസ് സാലിഹീൻ. ഇത് രാത്രി പറയുന്നില്ലേ? ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യാ, അല്ലാഹുവേ നിന്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നതും ഞാൻ മരിക്കുന്നതും. അവിടെയും ഓർത്തില്ലേ? ഉറക്കത്തിന്റെ അവസാന സമയത്തും നമ്മൾ കൊണ്ട് ഓർമ്മിപ്പിച്ചില്ലേ? മരണം, ഇങ്ങ് മരിച്ചു പോകണം, അള്ളാന്റെ അടുക്കൽ പോകണം, ഓർമ്മിപ്പിച്ചില്ലേ? 5 നേരത്തെ നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനയിൽ ഓർമ്മിപ്പിക്കുന്നില്ലേ? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെയും പറയണേ, എന്റെ നിസ്കാരം, എന്റെ മറ്റ് അനുഷ്ഠാന കർമ്മങ്ങൾ, എന്റെ ജീവിതം, എന്റെ മരണം അല്ലാഹ് നിനക്ക് വേണ്ടിയായിരിക്കും. നിന്റെ പൊരുത്തത്തിലേ ഞാൻ ജീവിക്കൂ, നിന്റെ പൊരുത്തത്തിലേ ഞാൻ മരിക്കൂ. അവിടെയും പറയുന്നില്ലേ മരണം? നിസ്കാരത്തിൽ നിന്ന് പിരിയുമ്പോ അള്ളാഹുവിനോട് ചോദിക്കുന്നില്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. ഖബർ ഓർക്കുന്നില്ലേ? മഹ്ശറ ഓർമ്മ വരുന്നില്ലേ? എത്ര സന്ദർഭങ്ങളിലാണ് നമ്മെ കൊണ്ടത് ഓർമ്മിപ്പിച്ചത്. അപ്പൊ ഡെയിലി ഒരു ദിവസം നമ്മൾ കണക്കൂട്ടി നോക്ക്. ഞാൻ ഈ പറഞ്ഞതും അല്ലാത്തതുമായ ദുആകളിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ അധികരിപ്പിക്കണം. അതിന്റെ പുറമെ നമ്മളോട് പറഞ്ഞു, രോഗികളെ കാണാൻ പോണം. എന്തിനാ? ജീവിതത്തിന്റെ ഈ വലിയ നെകളിപ്പോടെയുള്ള ഈ ആസ്വാദനത്തിന്റെ ലോകമുണ്ടല്ലോ, അതിന് ഇടക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരും അല്ലാത്തവരുമായ നൂറുകണക്കിന് രോഗികൾ, അവരിൽ മരണാസന്നമായ ആളുകൾ, മരിച്ചുകൊണ്ടിരിക്കുന്ന മരണത്തോട് മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ പോയി കാണുക. മരണത്തിന്റെ വേളയിൽ അവർ കാണിക്കുന്ന ഗോഷ്ഠികൾ, അവരുടെ കണ്ണ് ഉയരുന്നത്, നിറയുന്നത്, കൈകാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതയും വേദനയും സഹിക്കവയ്യാതെ ചലിപ്പിക്കുന്നത്, എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത്, എരിവിരി കൊള്ളുന്നത്, കാലുകൾ പരസ്പരം കോർത്ത് പിടിക്കുന്നത്. എന്താ? വേദന സഹിക്കാഞ്ഞിട്ട്. മരണം ഒന്ന് കാണാൻ, മരിച്ചവരെ പോയി കാണാൻ, മരിച്ചവർ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഖബർസ്ഥാനുകൾ പോയി സന്ദർശിക്കാൻ. നിങ്ങൾ ഖബറുകൾ പോയി കാണുവീൻ. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് നിങ്ങളെ പരലോകം ഓർമ്മിപ്പിക്കും. തുസഹിദുക്കും ഫിദ്ദുന്യാ, ദുന്യാവിനെ കുറിച്ചുള്ള അമിതമായ ആർത്തിക്കൊരു ശമനം വരുത്തും. മരണത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധമുണ്ടാക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറുകൾ പോയി സന്ദർശിക്കുന്നതിന്, സിയാറത്തുൽ ഖുബൂർ, ഖബറുകൾ സന്ദർശിക്കുന്നത് കൊണ്ട് പറഞ്ഞിട്ടുള്ള ഉദ്ദേശങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതിനൊക്കെ വലിയ സ്ഥാനം കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും മരിക്കണം 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 എന്ന ചിന്ത ഇടയ്ക്കിടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കണം. അത് വർദ്ധിപ്പിക്കണം. എന്നിട്ടോ എനിക്ക് മരിച്ചു പോകണം എന്ന് വരുമ്പോ, എന്റെ മരണം തടക്കുമ്പോ പിന്നെ ആ മരണത്തിന്റെ ശേഷം പിന്നെ എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഒറ്റക്കാണ്. അവിടുന്ന് അങ്ങോട്ട് ഓരോന്നും അങ്ങനെ ചിന്തിക്കണം. നമ്മളെ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, നിസ്കാരം നിർവഹിക്കുന്നു, ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നു, ആളുകളൊക്കെ പിരിഞ്ഞു പോരുന്നു, മലക്കുകൾ ചോദ്യത്തിന് വേണ്ടി വരുന്നു, ഒരുപാട് കാര്യങ്ങൾ, ഖബറിൽ നടക്കുന്ന സംഭവങ്ങൾ.
എത്ര വലിയ സുന്ദരനും സുന്ദരിയുമൊക്കെ 3 ദിവസമാകുമ്പോഴേക്ക് അവന്റെ 2 കണ്ണുകളും മുട്ട പൊട്ടിയൊലിക്കുമ്പോൾ അവന്റെ കവിൾത്തടത്തിലേക്ക് പൊട്ടിയൊലിക്കും. സുന്ദരമായ അവന്റെ കവിളുകൾ ചീർത്ത് വീർത്ത് പുഴുക്കൾ അതിൽ ആസ്വാദനം കണ്ടെത്തും. ശരീരത്തിന്റെ ബോഡി മുഴുവനും ഒന്നൊന്നായി പുഴുക്കളുടെ ഏറ്റവും വലിയ കൂത്താട്ടത്തിന്റെ കേന്ദ്രമായി മാറും. ഖബർ നിറയും, മനുഷ്യന്റെ ബോഡി ചീർത്ത് വീർത്തത് പൊട്ടും. എന്തൊക്കെ സംഭവിക്കാനാ പോകുന്നത്? എന്നിട്ട് ഈ ബോഡിയും വെച്ചിട്ട് അഹങ്കാരം പറഞ്ഞു നടക്കുന്നത്. ആരാണ് അവിടെ സംരക്ഷണത്തിനുള്ളത്? ഇതൊക്കെ മരണചിന്ത എന്ന് പറയുന്നത്. ആരുണ്ട് അവിടെ സംരക്ഷണത്തിന്? ഒരു നന്മ ചെയ്യുമ്പോ വഴിമുടക്കിയ ഭാര്യയുണ്ടോ അവിടെ കൂട്ടിന് കിടക്കാൻ? നന്മ ചെയ്യാൻ ഒരുങ്ങിയപ്പോ മുടക്കനെന്ന ഭർത്താവുണ്ടോ കൂട്ടിന്? ഒരു നല്ല മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോ അരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കുടുംബ ബന്ധുക്കളോ അയൽക്കാരോ നാട്ടുകാരോ രക്തബന്ധുക്കളോ അല്ലാത്തവരോ പാർട്ടിക്കാരോ ആരെങ്കിലും ഉണ്ടോ അവിടെ നമുക്ക് വക്കാലത്ത് പറയാൻ? ആരുണ്ടാവില്ല. എനിക്ക് ഞാനേ ഉണ്ടാവുള്ളൂ എന്ന ചിന്തയാണ് എന്നെ അടക്കി ഭരിക്കേണ്ടത്. അപ്പോഴേ നന്നാവൂ. അല്ലെങ്കിൽ ഞാൻ മറ്റു പലർക്ക് വേണ്ടിയും എന്റെ ദീൻ അഡ്ജസ്റ്റ് ചെയ്യും. ജീവിച്ചു പോണ്ടേ എന്നതിന് പകരം മരിച്ചു പോണ്ടേ എന്നായിരിക്കണം നമ്മൾ പറയേണ്ടത് മനസ്സിനോട്. എന്താപ്പ ചെയ്യാ? ജീവിച്ചു പോണ്ടേ എന്നല്ല പറയേണ്ടത്, മരിച്ചു പോണ്ടേ എന്നാ ചിന്തിക്കേണ്ടത്. ജീവിതം ഇവിടെ കഴിഞ്ഞു. നമ്മൾ വിചാരിക്കാണ് ഞാൻ മരിച്ചാ പിന്നെ ഇവിടെ എന്താ നടക്കുക? എനിക്ക് ശേഷം മഹാപ്രളയാന്നാ ഞാൻ വിചാരിച്ചത്. ഞാനിവിടെ ഉള്ളതിനേക്കാൾ എന്റെ കാലശേഷം ഞാൻ നടത്തിയിരുന്ന കാര്യങ്ങൾ അതിന്റെ 10 മടങ്ങ് ശക്തിയോടെ ലോകത്ത് ഇനിയും നടക്കും. ഞാൻ ഇവിടെ വേണ്ട. നമുക്കൊക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ട്. എന്തിനേലും വിളിച്ചാൽ പറയും തിരക്കാണ്, എന്റെ കുട്ടികളുടെ കാര്യം, എന്റെ ഭാര്യയുടെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം ഞാനേ ഉള്ളൂ. അതൊക്കെ ശരിയാ. പക്ഷെ ആ ബോധം കൊണ്ട് ഇസ്ലാം ഒഴിവാക്കണ്ട. നമ്മളൊക്കെ മരിച്ചാൽ നമ്മുടെ ശേഷക്കാര് നമ്മളെക്കാൾ സുഖമായി ലോകത്ത് ജീവിക്കും. സൂര്യൻ ഇനിയും ഉദിക്കും, അസ്തമിക്കും. നിങ്ങളെ ഭാര്യ ജീവിക്കും, ഭർത്താവ് ജീവിക്കും, മക്കൾ ജീവിക്കും, ജോലി നേടും, കല്യാണം കഴിക്കും, മക്കൾ ഉണ്ടാകും. നിങ്ങളെപ്പോഴും ഖബറിലുണ്ടാകും, നമ്മളെപ്പോഴും ഖബറിലുണ്ടാകും. എത്ര നേരം ഓർക്കും? എത്ര ആൾ ഓർക്കും? ചിന്തിക്ക്. ഞാനും നിങ്ങളും നമ്മുടെ മാതാപിതാക്കളെ എത്ര നേരം ഓർക്കുന്നുണ്ട്? അത്രയും വരും തലമുറ ഓർക്കില്ല. നമ്മൾ ഭയങ്കര സ്നേഹം പറയില്ലേ എന്റെ ഉപ്പാന്റെ ഉമ്മാന്നൊക്കെ? അവരൊക്കെ മരിച്ചു പോയിട്ടില്ലേ? പല ആളുകളുടെയും ഉപ്പാരും ഉമ്മാരും ഒക്കെ. അല്ലാഹു എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളൊക്കെ എത്ര തവണ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മളിപ്പോ ഇങ്ങനെ വളർത്തി നമ്മുടെ മക്കളെങ്ങനെ അവർക്ക് വേണ്ടി നുണ പറഞ്ഞ് കാശുണ്ടാക്കുന്ന, അവർക്ക് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ ആരെയൊക്കെ പറ്റിച്ചിട്ടായാലും ബാങ്കിൽ നിന്ന് പലിശക്കെടുത്തിട്ടായാലും അവരൊരാഗ്രഹം പറഞ്ഞാൽ അതങ്ങ് നിവർത്തിച്ചു കൊടുക്കുന്നു. ഭാര്യ പറഞ്ഞാൽ അത് കേൾക്കുന്നു, ഭർത്താവ് പറഞ്ഞാൽ കേൾക്കുന്നു, കുടുംബക്കാര് പറഞ്ഞാൽ കേൾക്കുന്നു. ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയൊക്കെ കിട്ടാൻ വേണ്ടി ഏത് ഹറാമിനെയും നമ്മൾ ഹലാലാക്കുന്നു. എന്തിനാ? എല്ലാവരും തൃപ്തിക്ക് വേണ്ടിയിട്ട്. എന്നിട്ടോ അവരിതൊക്കെ അനുഭവിക്കും. നമ്മളവിടെ ഖബറിലുണ്ടാവും. നമ്മളവിടെ ഖബറിലുണ്ടാവും. ആരെങ്കിലും ഉണ്ടോ ഇതിന് വക്കാലത്ത് പറയാൻ? ഞാൻ നിർബന്ധിച്ചിട്ട് എന്റെ വാപ്പ അത് ചെയ്തത്, ഞാൻ നിർബന്ധിച്ചിട്ടാ എന്റെ ഭർത്താവ് അത് ചെയ്തത്, ശിക്ഷിക്കല്ലേ റബ്ബേ എന്ന് പറയാൻ ഒരു ഭാര്യയും ഒരു ഭർത്താവിന്റെ അടുത്ത് വരൂല. ഒരു ഭർത്താവും ഒരു ഭാര്യയ്ക്ക് സപ്പോർട്ടിന് വരൂല. ഒരു മനുഷ്യരും മറ്റൊരാളുടെ അടുത്ത് വരൂല. അതൊക്കെ മരണചിന്ത എന്ന് പറയുന്നത്. മരിച്ചുപോയ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മളെ ഉണ്ടാകൂ. അപ്പോഴേ അവനവന് വേണ്ടി അവനവൻ അധ്വാനിക്കാൻ കഴിയൂ. നമ്മൾ ഭയങ്കര വർത്താനം പറയണം. ഞാൻ ഉള്ളതുകൊണ്ട് അവിടെ ലോകം കറങ്ങുന്നത് എന്നാണ് എന്റെ വിചാരം. എന്റെ കുടുംബം ഞാനില്ലെങ്കിലും സുഖമായി ജീവിക്കും. ഇവിടെ നടക്കേണ്ടതൊക്കെ നടക്കും. നമ്മൾ ഉണ്ടായിട്ടൊന്നുമില്ല. എന്നിട്ട് നമ്മളൊരു നല്ല കാര്യത്തിലേക്ക്, നല്ല സദസ്സിലേക്ക് വിളിച്ചാൽ പറയും എനിക്ക് അവിടെ അത്ര തിരക്ക്, ഇവിടെ അത്ര തിരക്ക്, മറ്റേ കാര്യം ഞാൻ അവിടെ അല്ല, നടക്കൂല, ഒക്കെ തോന്നല. പക്ഷെ അവനവന് വേണ്ടി എന്താ ചെയ്തത്? ഇങ്ങനെ പലരുടെയും കാരണങ്ങൾ പറഞ്ഞിട്ട് സൽക്കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കാണ്. എന്നിട്ട് ആർക്കൊക്കെ വേണ്ടി അധ്വാനിച്ചോ അവനിവിടെ നിന്നെ ഓർക്കുക പോലും ചെയ്യാതെ സുഖമായി ജീവിക്കും. നീയോ ഇതിന്റെ ഖബറിലുണ്ടാകും. വേണമെങ്കിൽ നമ്മളെ ബന്ധുക്കൾ ഇങ്ങനെ അടുത്തുകൂടെ നടന്നു പോകുന്നുണ്ടാകും. നമ്മൾ നമ്മുടെ ഖബർസ്ഥാനിൽ എന്നോ അടക്കപ്പെട്ട് കഴിഞ്ഞു. ബന്ധുക്കൾ പോകുന്നുണ്ട്, തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു കവി സൂചിപ്പിച്ചതുപോലെ യമുറു അഖാരിബി ജൻബാതി ഖബ്രി കഅന്ന അഖാരിബി ലം യഅരിഫൂനി
ദവുൽ മീറാത്തി യഖ്തസിമൂന മാലി വമാ യഖ്ലു ലിഅൻ ജഹദൂ ദുയൂനി. വല്ലാത്തൊരു ഹൃദയസ്പർശിയായ വരികളാണത്. ഒരു ഖബർ കിടക്കുന്ന ഒരാൾ സങ്കടം പറയുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ടൊരു കവി പറയാണ്. ഒരു ഖബറിലുള്ള വ്യക്തി സങ്കടം പറയുന്നത് പോലെ സങ്കല്പിച്ചിട്ട് ഒരു ഈരടി രചിച്ചതാണ്. എന്താ അദ്ദേഹം പറയുന്നത്? എന്റെ ബന്ധുക്കളൊക്കെ ഇതാ എന്റെ ഖബറിന്റെ അടുത്ത് കൂടെ അങ്ങനെ ആ സമീപത്തു കൂടെ അങ്ങനെ പോകുന്നു, അവർക്ക് എന്നെ പരിചയമില്ലാത്തതുപോലെ. ഇങ്ങനെ ഒരാളെന്നുണ്ട് എന്നൊരു ചിന്തയിൽ പോലും ഇല്ല. അവർക്ക് എന്നെ പരിചയം പോലും ഇല്ല. അവര് എന്റെ മുതലോഹരി വെക്കുന്ന തിരക്കിലാണ്. എന്റെ മുതൽ ആർക്കൊക്കെ എത്ര % കിട്ടും നോക്കി നടക്കണവൻ. അതിന്റെ പേരിൽ കോടതിയിലാണ്, കേസിലാണ്. എന്നെ ആർക്ക് ഓർക്കാൻ, എന്നെ ആര് ചിന്തിക്കാൻ? ഞാൻ സക്കാത്തും കൂടെ കൊടുക്കാതെ ഒരു നല്ല മാർഗത്തിലേക്ക് 10 പൈസ ചോദിച്ചാൽ കൊടുക്കാതെ കുറഞ്ഞു പോകുന്നു ശൈത്താൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ കൂട്ടിവെച്ച മുതലിവിടെ അങ്ങനെ കൂട്ടിവെച്ച് ഞാനാണ് മരിച്ചുപോയി. അതിവിടെ ശേഷക്കാരി എടുത്ത് സുഖിച്ച് അർമാദിച്ച് ആഹ്ലാദിച്ച് കിടക്കണേ. അത് ഉണ്ടാക്കി അതിന്റെ കണക്ക് പറയേണ്ട ഞാൻ എന്റെ ഖബറിലാണ്. എന്നാൽ ഈ മുതൽ അനുഭവിക്കുന്ന ശേഷക്കാരി എനിക്ക് വേണ്ടി ഒന്ന് പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ വരെ അവരെ കാണുന്നില്ല. അവർ മുതലോഹരി വെക്കേണ്ട തിരക്കിലാണ്. വേണമെങ്കിൽ ഞാൻ ആർക്കെങ്കിലും കൊടുക്കാനുള്ള കടമുണ്ട് എന്ന് ഏതെങ്കിലും ആളുകൾ വന്ന് ആത്മാർത്ഥമായി രേഖാസമൂലം സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എന്റെ വാപ്പ അങ്ങനെ കൊടുക്കാനുള്ളത് ഞാൻ അറിയില്ല, അതൊന്നും ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ കൊടുത്തെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കടത്തെ വരെ അവർ നിഷേധിച്ചു കളഞ്ഞല്ലോ. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഒരു ഖബറിൽ കിടക്കുന്ന വ്യക്തി പറയും പോലെ സങ്കല്പിച്ചുകൊണ്ട് ഒരു വ്യക്തി നമ്മുടെ ശ്രദ്ധയിലേക്ക് ഇട്ട് തന്നിട്ടുള്ളത്. അതാണ് ലോകം എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിക്കോളി. നമ്മളങ്ങനെ വിചാരിക്കും നമ്മൾ എത്ര സ്നേഹിച്ച് വളർത്തുന്ന ഈ ആളുകളൊക്കെ നമ്മളെ മറക്കുമോ? അത് ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പറയും, നിങ്ങളില്ലാതെ എനിക്ക് പറ്റൂല, നിങ്ങളാണ് എന്റെ ജീവൻ, നിങ്ങളില്ലാതെ എനിക്കൊരു ജീവിതമല്ല, അതൊക്കെ പറയും, ഒക്കെ പറയും. മരിച്ചാണ് കഴിഞ്ഞാല് മാറിയാണ് നിൽക്കും. കൊണ്ടുപോകുമ്പോ പറയില്ല, കൊണ്ടുപോകല്ലേ ഇവിടെ വെക്കുന്നു പറയൂല. ഒരു ഭർത്താവും പറയില്ല, ഒരു ഭാര്യയും പറയില്ല, ഒരു ബാപ്പയും പറയില്ല, ഒരു മക്കളും പറയൂല. വേഗം കൊണ്ടുപോയിട്ട് അടക്കാനുള്ള പണി എന്താണെന്ന് നോക്കാൻ. ഇതാ മരണചിന്ത എന്ന് പറയുന്നത്. അത് ഓർത്തിട്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ. ആർക്കും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. മരണചിന്ത എന്ന് പറഞ്ഞാൽ അതാണ്. പോസിറ്റീവായ നിലക്ക് ചിന്തിക്കണം, നെഗറ്റീവായ നിലക്കല്ല. നെഗറ്റീവായ നിലക്കുള്ള ചിന്ത എന്താണ്? മരിക്കണല്ലോ എന്ന് വിചാരിച്ച ഒരാൾ മാനസിക രോഗിയായിട്ട് ഇങ്ങനെ നടക്കുക. അയാൾ പണിക്കും പോകില്ല. എന്താ, എന്തിനപ്പോ പണിക്കോണം, മരിച്ചു പോകേണ്ടത് അടിയല്ലേ? അത് ഇസ്ലാം പറഞ്ഞിട്ടില്ല. മറിച്ച് ദുന്യാവിൽ ജീവിച്ചോ, ദുന്യാവിലിതാ എന്നും ഇവിടെ ഉണ്ടാവുന്നുള്ള നിലക്ക് ദുന്യാവിന് വേണ്ടി പണിയെടുത്തോ. അതപ്പ തന്നെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന നിലക്ക് ആഖിറത്തിന് വേണ്ടിയും പണിയെടുത്തോ എന്നാണ്. നമുക്കങ്ങനെ കഴിയുന്നുണ്ടോ? നമ്മളങ്ങനെ പറയാറുണ്ടോ? മക്കളോട് പറഞ്ഞു കൊടുത്തോ? ഭാര്യയോട് പറഞ്ഞോ? കുടുംബത്തോട് പറഞ്ഞോ? ഓരോ ഹറാമുകളും ചെയ്യാൻ മനസ്സ് കൊതിക്കുന്ന നേരത്തൊക്കെ മനസ്സിനെ പഠിപ്പിക്കണം. മരിച്ചു പോണടാ നിനക്ക്, മരിച്ചു പോണം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നിലുള്ള രഹസ്യം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കണം എന്നാണ്. എവിടെ വെച്ച് മരിക്കുന്നറിയില്ല, എപ്പ മരിക്കുന്നു അറിയില്ല. രാത്രിയാ മരിക്കുക, പകലാ മരിക്കുക, രാവിലെ മരിക്കോ, ഉച്ചക്ക് മരിക്കോ, അസറിന്റെ നേരത്ത് മരിക്കോ, രാത്രി മരിക്കോ അറിയില്ല. ആർക്കും അറിയില്ല. ഒരു ടൈമും ആർക്കും അറിയിച്ചിട്ടില്ല. എവിടെ വെച്ചു എന്നും അറിയില്ല, എപ്പോന്നും അറിയില്ല, ഏത് വിധത്തിലൊന്നും അറിയില്ല. രോഗിയായി കിടന്നിട്ടാണോ മരിക്കുക, നല്ല ആരോഗ്യത്തിൽ മരിക്കോ, ഒന്നും പറയാൻ കഴിയില്ല. ഒന്നും പറയാൻ കഴിയൂല. കാരണം എത്രയെത്ര ആളുകളെ ഒരു കവി ചോദിക്കുന്നുണ്ട്, എത്ര മണവാട്ടിയെയാണ്, എത്ര മണവാട്ടികളെയാണ്, പുതുനാരിയെയാണ് പെണ്ണുങ്ങൾ പുതുനാരി ചമപ്പിച്ച് പുറത്തേക്ക് ഇങ്ങനെ ഇറക്കി. രാത്രിയായപ്പോ തന്റെ പ്രിയപ്പെട്ടവന്റെ കൂടെ കിടപ്പറ പങ്കിടേണ്ട അവൾ രാത്രിയായപ്പോഴേക്ക് അവൾ ഖബറിലെത്തിയിരുന്നു. പന്തലിൽ വെച്ച് മരണപ്പെട്ട വരനില്ലേ, വധുവില്ലേ? ഈ രോഗം വേണോ മരിക്കണമെങ്കിൽ? വേണ്ട. എത്രയെത്ര രോഗികളാണ് കൊല്ലങ്ങളോളമായി ബെഡിൽ കിടപ്പിലാണ്, മരിച്ചിട്ടില്ല. മരണം രോഗം വന്നുകൊണ്ട് മരിച്ചോളുന്നില്ല. അതേ അവസരത്തിൽ എത്രയെത്ര ആരോഗ്യ ദൃഢഗാത്രരാണ് പെട്ടെന്ന് മരിച്ചു വീഴുന്നത്. ഒരു കുഴപ്പവും അവർക്കില്ലായിരുന്നു. അതാണ് ലോകം.
അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൂക്ഷ്മതയുണ്ടാകുവാൻ ആവശ്യമായ കാര്യമാണ് മരണചിന്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, അക്സിറു സിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സുഖങ്ങളെയെല്ലാം മുറിച്ചു വളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കണം. ഫമാ ദകറഹു അബ്ദുൻ ഖത്തു വഹുവ ഫീ ളീഖിൻ, മനസ്സ് വല്ലാതെ ടെൻഷൻ അടിക്കുന്ന നേരത്ത്, തനിക്കെന്തൊക്കെയോ കിട്ടാതെ പോയതോർത്തിട്ട് മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്ന നേരത്ത് ഒരടിമ മരണം ഓർത്തു കഴിഞ്ഞാൽ അവന്റെ സങ്കടങ്ങളൊക്കെ പമ്പ കിടക്കുന്നു. സങ്കടമൊന്നും പിന്നെ തോന്നൂല, മരിക്കണല്ലോ എന്നുകൊണ്ട് ഓർത്ത. അപ്പൊ എനിക്ക് കിട്ടാതെ പോയതിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സങ്കടേ ഉണ്ടാവില്ല. അതുപോലെ തന്നെ വലാദകറഹു വഹുവ ഫീ സഅത്തിൻ, നല്ല സുഖത്തിലും സന്തോഷത്തിലും കഴിഞ്ഞ് വല്ലാതെ മനസ്സിന് അഹങ്കാരവും ആഹ്ലാദമൊക്കെ തോന്നുമ്പോ മരണം ഒന്ന് ചിന്തിച്ചാ മതി. അപ്പൊ അവന് ആ തെമ്മാടിത്തത്തിലേക്കും വലിയ വിശാലതയിലേക്കൊന്നും പോകാതെ മനസ്സൊന്ന് ശരിയായി കിട്ടും. അതിനാണ് മരണചിന്ത ഉണ്ടാകുവാൻ വേണ്ടി പറഞ്ഞത്. തിന്മകളോട് അകലാൻ, തിന്മകൾ വെടിയാനാ മരണചിന്ത. നന്മകളോടടുക്കാനും നന്മകൾ പെട്ടെന്ന് ചെയ്യാനുമാണ് മരണചിന്ത. നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആപത്തുകളും മുസീബത്തുകളുമൊക്കെ നിസ്സാരമാണെന്ന് തോന്നാനാണ് മരണചിന്ത. ഇതിലൊക്കെ അപ്പുറം മരണം വരാല്ലേ, പിന്നെ പതെന്താ? വലിയ കാര്യം ഓർക്കുമ്പോ പിന്നെ ചെറിയ കാര്യങ്ങൾ നിസ്സാരമായി തോന്നും. മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോ ദുന്യാവിലുള്ള പ്രയാസങ്ങൾ നിസ്സാരമായി തോന്നും. സുഖങ്ങളിൽ മതിമറന്ന് ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുമ്പോ ഒന്ന് ബ്രേക്കിട്, ഒന്ന് ചിന്തിക്ക്. മഹാനായ ഒരു പണ്ഡിതൻ പറയാണ്, ഇൻ ഫാറഖനി ദിക്റുൽ മൗത്തി സ്സാഅ ഫസദ ഖൽബി, ഒരല്പനേരത്തേക്കെങ്കിലും എന്റെ മനസ്സിൽ എന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത വിട്ടുമാറിയാൽ ഫസദ ഖൽബി, എന്റെ ഹൃദയം ദുഷിച്ചു പോകും. ഹൃദയം ദുഷിക്കാതിരിക്കാൻ അതിനുള്ളതാണ് മരണചിന്ത എന്നർത്ഥം. അതുകൊണ്ട് നല്ല ഒരു മരണത്തിന് വേണ്ടിയാ നമ്മൾ തേടുന്നത്, നല്ല ഒരു മരണം. അതിന് അറബിയിൽ പറയും ഹുസ്നുൽ ഖാത്തിമ, ഏറ്റവും നല്ല അന്ത്യം. അതിന്റെ നേർ വിപരീതത്തിന് പറയും സൂഉൽ ഖാത്തിമ, ചീത്തയായ പര്യവസാനം, ചീത്തയായ അന്ത്യം. അല്ലാഹുവിനോട് നല്ല നിലക്ക് സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കെ മരിക്കാൻ കഴിയുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. അതൊരു നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലയിൻ ഖുതിൽതും ഫീ സബീലില്ലാഹി ഔ മുത്തും ലമഗ്ഫിറത്തും മിനല്ലാഹി വറഹ്മ ഖൈറും മിമ്മാ യജ്മഊൻ. സൂറത്ത് ആലി ഇംറാനിലെ 157-ാമത്തെ ആയത്തിൽ കാണാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ കൊല്ലപ്പെടുകയോ ഔമുത്തും, അതല്ലെങ്കിൽ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ സ്വാഭാവിക മരണം വരിക്കേണ്ടി വന്നാലും, രണ്ടാണെങ്കിലും ലമഗ്ഫിറത്തും മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനവും വറഹ്മത്തുൻ, റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യവും അത് തന്നെയാണ് ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങൾ ശേഖരിക്കുന്ന, ഒരുമിച്ച് കൂട്ടുന്ന എല്ലാ കാര്യങ്ങളെക്കാളും ഖൈർ അതിൽ തന്നെ, അത് തന്നെ. അള്ളാന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ആളുകൾ അവർക്ക് ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് വെട്ടുകൊണ്ടുകൊണ്ട് മരിച്ചാലും സ്വാഭാവിക മരണം മരിച്ചാലും അവർക്ക് വലിയ കൂലിയാണ്. അള്ളാന്റെ മാർഗത്തിലേക്കുള്ള ഇറക്കം അതിന്റെ ടോപ്പ് സ്ഥാനത്ത് നിൽക്കുന്നത് അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. ആയുധമെടുത്ത് പോരാടേണ്ടി വരുമ്പോ അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ പ്രമാണങ്ങൾ കൊണ്ട് പോരാടേണ്ട ഘട്ടങ്ങളിൽ അങ്ങനെ. അതാണ് അംറുൻ ബിൽ മഅറൂഫ്, നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക, നഹിയുൻ അനിൽ മുൻകർ, ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ തടയുക. ഇസ്ലാമിക പ്രബോധനം ഫീ സബീലില്ലാഹി, അള്ളാന്റെ മാർഗത്തിലുള്ള ഒരു പ്രവർത്തനമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു പ്രവർത്തനമാണത്. അതുപോലെ അള്ളാന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം, ജനങ്ങളെ കാര്യം പഠിപ്പിച്ചു കൊടുക്കൽ, നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ള ഒരാളിലേക്ക് പകർന്നു കൊടുക്കൽ, അങ്ങനെ ധാരാളം ധാരാളം കാര്യങ്ങൾ. നല്ലൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ മരണം വന്നെത്തുകയാണെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ്.
അലാമത്താണത്. ഹുസ്നുൽ ഖാത്തിമയുടെ നല്ലൊരന്ത്യത്തിന്റെ ലക്ഷണമായിട്ടാണത് പണ്ഡിതന്മാർ പറയുന്നത്. സൽക്കർമ്മം ചെയ്തുകൊണ്ടിരിക്കേ മരിക്കാൻ, നല്ലൊരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കേയുള്ള മരണം. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് അരുതാത്ത സ്ഥലത്ത് നീ പോകരുത്, അരുതാത്തത് ചെയ്യരുത്. എന്താ കാരണം? എപ്പോഴാ മരിക്കാന്നറിയില്ല. അരുതാത്തത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, അരുതാത്തത് കണ്ടുകൊണ്ടിരിക്കുമ്പോ, അരുതാത്തത് കേട്ടുകൊണ്ടിരിക്കുമ്പോ, അരുതാത്തത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ, അരുതെന്ന് പറഞ്ഞ വേദികളിൽ നമ്മുടെ സാന്നിധ്യമുണ്ടായിക്കൊണ്ടിരിക്കെ അപ്പോഴാണ് മരണം വരുന്നതെങ്കിലോ, തിന്മയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന നേരത്ത് നിന്റെ റൂഹങ്ങ് പോയാൽ സൂഉൽ ഖാത്തിമ, ഏറ്റവും മോശമായ അന്ത്യമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാണ്. അതേവസരത്തിൽ നല്ല പ്രവർത്തനങ്ങൾ എന്താണോ ചെയ്യാൻ കഴിയുക, നന്മ, അള്ളാന്റെ അടുക്കൽ പൊരുത്തുള്ള പ്രതിഫലമുള്ള നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിന്റെ ഇടയിൽ എപ്പോഴും മരണം വരാന്ന് മനസ്സിനെ പഠിപ്പിക്കുക. അവർ നല്ല കാര്യം ചെയ്തുകൊണ്ടിരിക്കേ മരിക്കാൻ പറ്റുക. അതാണ് ഹുസ്നുൽ ഖാത്തിമ, ഏറ്റവും നല്ല അന്ത്യം, നല്ല മരണം. അത് വെറുതെ കിട്ടൂല. അത് അള്ളാന്റെ തൗഫീഖാണ്, അള്ളാഹുവിന്റെ തൗഫീഖാണ്. അതിനുവേണ്ടി റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കണം. അതിനനുസരിച്ച പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹം പറയാണ്, കുൻതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരിക്കൽ അള്ളാന്റെ റസൂലിന്റെ ഒന്നിച്ചിരിക്കുകയായിരുന്നു. ഫജാഅഹു റജുലുൻ മിനൽ അൻസാർ, ആ സമയത്ത് അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി അങ്ങോട്ട് കടന്നു വന്ന് ഫസല്ലമ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് സലാം ചൊല്ലി. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അയ്യുൽ മുഅ്മിനീന അഫ്ദൽ, സത്യവിശ്വാസികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അഹ്സനുഹും ഖുലുഖ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവി ആരാണോ അവനാണ് മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ. മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. അടുത്ത ചോദ്യം, ഫഅയ്യുൽ മുഅ്മിനീന അഖ്യസ്, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ആരാണ്? ബുദ്ധിയുള്ള മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഏറ്റവും നല്ല ബുദ്ധിയുള്ള വിശ്വാസി എന്ന് പറയുന്നത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, അവരുടെ കൂട്ടത്തിൽ ധാരാളം മരണത്തെ ഓർക്കുന്നവൻ ആരാണോ അവനാണ് ബുദ്ധിമാൻ. വെറുതെ മരണത്തെ ഓർക്കല്ല. വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ, ആ മരണാനന്തരമുള്ള ജീവിതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമായ ഒരുക്കങ്ങൾ അവരിൽ ആരാണോ നന്നായി ചെയ്യുന്നത്, ഉലൈകൽ അഖിയാസ്, അവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ. മരണമുണ്ട് എന്ന് ചിന്തിക്കുകയും ആ മരണശേഷം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇവിടുന്നേ ഒരുക്കി വെക്കുകയും ചെയ്യുന്നവൻ ആരാണോ അവനാണ് ബുദ്ധിമാനായ മുഅ്മിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരുക്കങ്ങളാണ് തൗബ. മരിക്കാനുള്ള ഒരുക്കങ്ങളാ അതൊക്കെ. തൗബ എപ്പോഴും വേണം. കഴിഞ്ഞ ഇന്നലെകളെ സംബന്ധിച്ച്, കഴിഞ്ഞുപോയ നിമിഷങ്ങളെ സംബന്ധിച്ചുള്ള പശ്ചാത്താപം അത് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുകയും, ഞാൻ ഒരു ദിവസം അള്ളാഹിനോട് 100 തവണ പശ്ചാത്തപിക്കുന്നുണ്ട്. പാപത്തിന്റെ കറ പുരളാത്ത മഅസൂമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറയുന്നത്. ഒരു ദിവസം ഞാൻ 100 തവണ അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട്. നമ്മളൊന്ന് എണ്ണി നോക്കി, നമ്മൾ അള്ളാഹിനോട് എത്ര നേരം പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് ഒരു ദിവസം? നിസ്കാരത്തിന്റെ ശേഷം 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് പറയും വരെ മര്യാദക്ക് നേരല്ലാത്ത ബിസി പിടിച്ച ആളുകളാണ്. 5 നേരത്തെ നിസ്കാരത്തിന്റെ പിറകെ ഒരു 15 തവണ വരൂലേ മിനിമം അസ്തഗ്ഫിറുല്ലാഹ്, അത് പറയും വരെ നേരല്ല. എത്രയെത്ര പ്രാർത്ഥനകൾ, ഇസ്തിഗ്ഫാറിന്റെ ദുആകൾ. അള്ളാന്റെ റസൂൽ അതൊന്നുമല്ല പറയുന്നത്, അതിന്റെയൊക്കെ പുറമെ ചൊല്ലിയിരുന്ന ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനയാണ് പറയുന്നത്. നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾ ചൊല്ലാറുണ്ടോ? നിത്യജീവിതത്തിൽ ഒരു മിനിമം എല്ലാ ദിവസവും റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ 100 വട്ടെങ്കിലും പറയാൻ നമ്മൾ പറയാറുണ്ടോ? തൗബ വേണം. കാരണം എപ്പോഴും മരിക്കുക, എപ്പോഴും ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. അതാ മരണം.
എപ്പോഴാ മരിക്കാന്നറിയില്ല, എപ്പോഴാ വിളി വരികയെന്നറിയില്ല. നമ്മളങ്ങനെയല്ലേ, യാത്ര എപ്പോഴാണോ വിളി വരുന്നത് അപ്പൊ പോകണം. അങ്ങനത്തെ മനുഷ്യൻ വെറുതെ ഇരിക്കല അല്ല. യാത്രക്ക് വേണ്ട എല്ലാ ഒരുക്കവും അവൻ ചെയ്തിട്ടുണ്ടാവും. തീരെ പരിചയമില്ലാത്തൊരു നാട്ടിലേക്കാ പോകുന്നത്. എപ്പോഴാ വിസ വരിക, എപ്പോഴാണ് ഇപ്പൊ പുറപ്പെടണമെന്ന് പറയാന്ന് അറിഞ്ഞൂടാ. ആ മനുഷ്യൻ എന്താ ചെയ്യല്? വരുമ്പോ കാണാനാ പറയല്? അല്ല, അയാൾ ഒരുങ്ങും, ടിക്കറ്റ് എടുത്തിട്ട് ഒരുങ്ങും, വിസ എടുത്തിട്ടുണ്ടാകും, യാത്രക്ക് വേണ്ട എല്ലാ രേഖകളുമുണ്ട്. അന്യദേശത്തേക്കാണ് ഞാൻ പോകുന്നത്, ആ രാജ്യത്ത് മാറ്റിയെടുക്കാവുന്ന കറൻസി അയാളുടെ കയ്യിലുണ്ടാകും. അവിടെ പോയാൽ എനിക്ക് കാര്യം പരിചയമില്ല, പരിചയമുള്ള നമ്പറുകൾ വല്ലവരുടെയും ഉണ്ടോ എന്ന് ചോദിച്ച് അവൻ ഫീഡ് ചെയ്തിട്ടുണ്ട്. പരിചയമുള്ള കുറെ നമ്പറുകൾ അവിടെ എത്തിയാ വിളിക്കാൻ. അവിടെ താമസിക്കാൻ ആവശ്യമുള്ള സമയത്ത് ഉടുക്കാനുള്ള ഡ്രസ്സ് അവൻ കരുതിയിട്ടുണ്ട്. കഴിക്കാനുള്ള ഭക്ഷണത്തിന്റെ തുക അവൻ കണ്ടിട്ടുണ്ട്. തിരിച്ചു പോരാനുള്ള സംവിധാനങ്ങൾ വരെ അവൻ ആലോചിച്ചിട്ടുണ്ട്. ദുന്യാവിലെ കേവലം ഒരു യാത്രക്ക് വേണ്ട ഒരുക്കങ്ങൾ അതൊക്കെ. ശാശ്വതമായ പരലോക യാത്രക്ക് വേണ്ടി ഞാനും നിങ്ങൾ ഇപ്പോഴും ഒരുങ്ങിയില്ല. എന്നാ അത് ഉറപ്പല്ലേ? ഉറപ്പാണ്. എന്നാ നമ്മൾ ഒരുങ്ങിയോ? ഇല്ല. എന്താ ശൈത്താൻ പറഞ്ഞത്? തൗബയ്ക്ക് റമളാൻ മാസം വരുമ്പോ അപ്പച്ചല്ല, അപ്പൊ നീട്ടിയച്ചോ, അതും 27 രാവ് വരുവാ, അന്ന് നോക്കിക്കോ. ഇപ്പൊ അടിച്ചു പൊളിച്ച് ജീവിച്ചോ. ഇപ്പൊ ഈ നല്ല യുവാവും യുവതിയൊക്കെ ആയിരിക്കുമ്പോ അങ്ങനെ നടക്കുക. ഇപ്പൊക്കെ നന്നായി ജീവിക്ക്. അവസാനോ പോണ വൈക്കൊരു ഉംറ ഹജ്ജൊക്കെ ചെയ്താൻ പോയാൻ മതി. എന്നാ പിന്നെ ഉമ്മ പറ്റ 1-ാം തീയതിത്തെ കൽബുമായിട്ട് നമ്മളാണ് പോകും. ശൈത്താൻ അങ്ങനെ പറഞ്ഞു തരാണ്. അപ്പൊ അതിന്റെ മുമ്പ് കഴിയുന്നത്ര അർമാദിച്ച് ആസ്വദിച്ച് ജീവിച്ചോന്നാ പറയുന്നത്. അങ്ങനെ നമ്മളെ കുട്ടികളും കുടുംബമൊക്കെ അങ്ങനെ ജീവിക്കും. മനസ്സിലെന്താ? അതൊക്കെ അവസാനം വെച്ചൊരു തോബേണ് ചെയ്യുക, അവസാന ഒരു ഹജ്ജാണ്ട് ചെയ്യുക, അവസാന ഒരു ഉംറയാണ് ചെയ്യുക, അല്ലെങ്കിൽ റമളാൻ മാസത്തേക്ക് നീട്ടിവെക്ക. ഒന്നും നടക്കൂല. ഈ മരിച്ചുപോയ ആരോടെങ്കിലും അള്ളാഹ് ചോദിച്ചിട്ടുണ്ടോ അന്നപ്പം മരിപ്പിക്കട്ടെ? ആരോടും ചോദിച്ചില്ല. കാരണം അയാൾ അപ്പുറത്തുള്ള എല്ലാ ജീവിതത്തിനും നാളേക്ക് വേണ്ട എല്ലാ പ്ലാനും ചെയ്തിട്ടാണ് നടക്കുന്നത്. നമ്മളൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. ലാ യസ്തതിഊന തൗസിയ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഒരു വസിയത്ത് കൊടുക്കാൻ പോലും കഴിയുന്നില്ല. നേരമില്ല, ഒരാളോടും ഒന്നും ഏൽപ്പിച്ചു പോകാൻ കഴിയുന്നില്ല. ഒന്നും മടങ്ങിപ്പോകട്ടെ, ഒരല്പനേരത്തേക്ക് പിന്തിക്കുന്നില്ല. ഇന്നാജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ. അവധി അങ്ങെത്തിക്കഴിഞ്ഞാൽ അല്പം പോലും പിന്തിച്ചിടുന്ന പ്രശ്നമേ ഇല്ല. അള്ളാഹ് വളരെ കൃത്യമായിട്ട് പറഞ്ഞതല്ലേ. പക്ഷേ നമ്മുടെ മനസ്സിൽ ഇതൊന്നും നിൽക്കൂല. അതാണല്ലോ ഈ പ്രശ്നമൊക്കെ. ഒരു നല്ല കാര്യവും മനസ്സിൽ അധികം നിൽക്കാൻ ശൈത്താൻ സമ്മതിക്കില്ല. വേണ്ടാത്തത് മനസ്സിൽ നല്ലോണം കയറ്റും. എന്തൊക്കെ ആളുകൾ ചർച്ച ചെയ്യുന്നു, ആ ചർച്ച ചെയ്യുന്ന സമയമൊക്കെ ആൾക്കാർക്ക് ദീന് പഠിച്ചൂടെ, ദീനിനെ കുറിച്ച് ചിന്തിച്ചൂടെ? എല്ലാ വേണ്ടാത്തതിലും നമ്മൾ ഇടപെടുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് സമയമുണ്ട്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ അനിവാര്യ കാര്യങ്ങൾക്ക് മാത്രം നമുക്ക് നേരല്ല. അതുകൊണ്ട് മരണചിന്തയുണ്ടെങ്കിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് അതിനൊരുങ്ങണം. അത് ഒന്നാമതായി തൗബ. രണ്ടാമതായി വസിയത്ത്. വല്ലവരോടും വല്ലതും പറയാണ്ടോ ഉടനെ പറഞ്ഞോളണം. എഴുതി വെക്കാണ്ടോ എഴുതി വെച്ചോളണം. മഹാന്മാരായ സഹാബത്ത് അള്ളാന്റെ റസൂലിന്റെ അടുത്തുന്നത് കേട്ടിട്ട് എഴുതി വെക്കാനുള്ള കാര്യങ്ങൾ എഴുതി വെക്കാതെ ഉറങ്ങിയിരുന്നില്ല എന്നാണ്. കൊടുക്കാനുള്ളതൊക്കെ എഴുതി വെക്കണം. പെട്ടെന്നാണ് മരിച്ചാലോ? ബന്ധുക്കളൊന്ന് മക്കളോട് പറയും, എന്റെ വാപ്പ എനിക്ക് ഇത്ര തരാണ്ടായിരുന്നു. മക്കൾ പറയും, ഞാൻ അറിയില്ല. നിങ്ങളവിടെ ഖബറിലുണ്ടാകും, നമ്മളവിടെ ഖബറിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹീദുകളുടെ മയ്യത്ത് വരെ കൊണ്ടുവന്നപ്പോ കടമുണ്ടെങ്കിൽ നിസ്കരിച്ചിരുന്നില്ല. കടമുണ്ടെങ്കിൽ നിസ്കരിച്ചിരുന്നില്ല. നമുക്ക് വല്ല ബേജാറുണ്ടോ? വാങ്ങി കൂട്ടല്ലേ നമ്മൾ? അത് എഴുതി വെച്ചോ. എല്ലാവർക്കും കാണാവുന്ന നിലക്കുള്ള ഒരു ഡയറിയിലോ എവിടെയെങ്കിലും എഴുതി വെച്ചോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളത് മറിച്ചു നോക്കണം. ബന്ധപ്പെട്ടവരോട് പറഞ്ഞോ, വസിയത്ത് പറയണം, വസിയത്ത് പറയണം. അങ്ങനെ ഒരിക്കലേ തൗബ വേണം, വസിയത്ത് വേണം, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണം. അള്ളാന്റെ മാർഗത്തിൽ അവരവരെ കൊണ്ട് കഴിയുന്നത് ചെലവഴിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവണം. സമൂഹത്തിന് ഉപകാരം ചെയ്യാവുന്ന എന്തെങ്കിലും പ്രവൃത്തി എനിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യണം. ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൊണ്ടിരിക്കണം. നിർബന്ധമായ ഇബാദത്തുകൾ വീഴ്ച വരാനേ പാടില്ല. പുറമേ സുന്നത്തുകൾ അധികരിപ്പിക്കണം. അറിവന്വേഷിക്കണം.
അറിവ് കിട്ടുന്ന വേദികളിൽ പോണം, അവിടേക്ക് ആളുകളെ കൈപിടിച്ചു കൊണ്ടുവരണം, അതിന്റെ പ്രബോധകരാവണം, അതിന്റെ പ്രചാരകരാവണം. പരിശുദ്ധ ഖുർആൻ പാരായണം മുടക്കാൻ പാടില്ല. എന്നും ഖുർആൻ പാരായണം വേണം. ഖുർആൻ പാരായണം ചെയ്യാത്തൊരു ദിവസമുണ്ടോ? എന്നാ ഉറങ്ങണീന്റെ മുമ്പ് ഒരു പേജെങ്കിലും പാരായണം ചെയ്ത് കിടക്കുക. ഖുർആൻ പാരായണം ചെയ്യാത്തൊരു ദിവസം ഉണ്ടാവാനേ പാടില്ല. സൽക്കർമ്മങ്ങൾ, ദിക്റുകൾ, ദുആകൾ, എല്ലാ നല്ല കാര്യങ്ങളിലും നമ്മൾ മുമ്പിൽ ഉണ്ടാവുക. അതാണ് ബുദ്ധിമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി. മരണത്തിന്റെ ശേഷം ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന നിലക്ക് തന്റെ ശരീരത്തെ മെരുക്കിയെടുത്തവനാരോ അവനാണ് ബുദ്ധിമാൻ. വല്ലാജിസു എല്ലാം പൊളിഞ്ഞ അശക്തനായവനാരാണ്? മന്നത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ, അവന്റെ ഹവയനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോവുകയാണ്. എന്നാലോ അള്ളാഹിനെ കുറിച്ച് അവന് വല്ലാത്ത പ്രതീക്ഷയുമാണ്. വതമന്നാ അലല്ലാഹ്. അല്ലാഹു ഓർക്കും. എന്ത് ചെയ്താലോ നിസ്സാരാണ്. അല്ലാഹു ഓർക്കും. അല്ലാഹു ഗഫൂർ റഹീം അല്ലേ എന്ന് പറഞ്ഞ് തോന്നിയാസം അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത് വേറൊരു രൂപത്തിലാണ്. ഒരു മുഅ്മിന് ഒരു തെറ്റ് ചെയ്താൽ പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ ചോട്ടിൽ ഇരിക്കുന്നവന്റെ പ്രതീതി ഉണ്ടാകും എന്നാണ്. ഒരു മുഅ്മിനിന്റെ അടുത്ത് വല്ല അബദ്ധവും പറ്റിയാൽ അവന്റെ മനസ്സ് എപ്പോഴും എങ്ങനെയായിരിക്കുന്ന പറയുന്നത്? ഒരു പാറക്കല്ല്, ആ പാറക്കല്ല് ഏത് നിമിഷവും കൊണ്ട് ചാടാം. അതിന്റെ ചോട്ടിൽ ഒരാൾ ഇരിക്കുമ്പോൾ അവന്റെ മനസ്സെന്തിരിക്കും? എപ്പോഴും എന്റെ തലക്കിത് മീത, എപ്പോഴും ഇത് വീഴ, പേടിച്ചിട്ടായിരിക്കും. ഇതുപോലെ മുഅ്മിന് ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റിപ്പോയാൽ അത് അവൻ ഓർത്തുകൊണ്ട് എപ്പോഴും ഓർക്കുമ്പോൾ ഞെട്ടും. അള്ളാഹിനോട് അവൻ തേടിക്കൊണ്ടേയിരിക്കും, കാക്കണേ റബ്ബേ, പൊറുക്കണേ. അതേ അവസരത്തിൽ മുനാഫിക്കിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവനവന്റെ ജീവിതത്തിൽ ഒരു വൻപാപം ചെയ്താൽ പോലും മൂക്കത്തൊരു ഈച്ച വന്ന മേനിയേ ഉണ്ടാവുള്ളൂ, അത് നാട്ടിക്കളയും. മൂക്കിൽ ഒരു ദുബാബ് വന്നിരുന്ന മേനി, നമ്മളെ മൂക്കത്ത് ഈച്ച വന്നിരുന്ന എന്താ തട്ടിക്കളയും. പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഈച്ച എവിടെ പോയി, എന്തിനാ പഹിച്ച വന്നിരുന്നത്? ചിന്തിക്കൊന്നുമില്ല. അവിടെ നിന്ന് തട്ടിയ ഓർമ്മയുണ്ട്, അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. സഹോദരന്മാരെ, ഈ പറഞ്ഞതൊക്കെ ഞാൻ എന്നോടും നിങ്ങളോടും പങ്കുവച്ചു. എന്തിന്? നമ്മൾ ചിന്തിക്കാൻ, നമ്മൾ ആലോചിക്കാൻ. മരണചിന്ത എന്ന് പറയുന്നത് അതെപ്പോഴും വർദ്ധിപ്പിക്കണം. എന്ത് പ്രയാസം, എന്ത് വിഷമമുണ്ടോ, മരിച്ചു പോകണല്ലോ, കഴിഞ്ഞു, അതോടുകൂടെ അത് കഴിഞ്ഞു, അതോടുകൂടെ അത് അവസാനിച്ചു. കുറ്റബോധവും ഏതെങ്കിലും ഒരു ദുന്യാവിന്റെ സുഖങ്ങൾ കിട്ടാത്തതിലുള്ള നഷ്ടബോധം പിന്നെ ഉണ്ടാവില്ല. കാരണം അവിടെ ഓർത്താ മതി, ഇന്നാണ് മരിച്ചാൽ എന്നെ ബന്ധുക്കളൊക്കെ കൂടി എന്തൊക്കെ ചെയ്യാൻ പോകണം ആണ് കൊണ്ടുപോയി വെച്ചത് മുതൽക്കുള്ള എന്റെ അവസ്ഥ ഞാൻ ഇങ്ങനെ കണ്ടാണ്. അതാണ് മരണചിന്ത, അതാണ് മരണചിന്ത കൊണ്ടുണ്ടാകേണ്ട നേട്ടങ്ങളും. അങ്ങനെ നിങ്ങൾ രാത്രി ഒന്ന് പോയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോ ആ ദുആ എന്ന് പറഞ്ഞു നോക്കിയേ, മനസ്സിൽ അത് വല്ലാതെ തട്ടും. ആണ് കിടക്കുമ്പോ പറയണ എന്താ അറിയോ? അല്ലാതെ ഞാൻ കിടക്കുകയാണ്, വിടുന്നുണ്ട്, എഴുന്നേൽക്കുമെന്ന് എനിക്കറിയില്ല. എത്ര റൂമിലുള്ള ആളുകളെ സഹപ്രവർത്തകർ പോയി വിളിച്ചപ്പോ വിളി കേട്ടില്ല. ഒരുമിച്ച് തമാശയൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചു ഉറങ്ങിയതല്ലേ, രാവിലെ ഉണരുന്നില്ല. പോയി വിളിച്ചു, കട്ടിലടക്കം കുലുങ്ങാണ്, ഡെഡ് ബോഡി ആയിട്ടുണ്ട്, മയ്യത്തായിട്ടുണ്ട്. ആർക്കാ ഗ്യാരണ്ടി? ആ മനുഷ്യനും അന്നത്തെ പകൽ കുടുംബത്തോട് വിളിച്ച് പലതും പങ്കുവെച്ചിട്ടുണ്ടാവും. അയാളുടെ മനസ്സിൽ ഒരുപാട് തീരുമാനങ്ങൾ അയാൾ എടുത്തിട്ടായിരിക്കും കിടന്നുറങ്ങിയിട്ടുണ്ടാവുക. എവിടെ പോയി? പക്ഷേ അല്ലാഹുവാണ് തീരുമാനിക്കുന്നവൻ. ഈ ബോധം നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളിലും ഉണ്ടായാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഓരോരുത്തരും അവരവരുടെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒരു മാറ്റത്തിന് വിധേയമായാൽ മനഃപൂർവ്വം ഒരു ഹറാമ് ചെയ്യാൻ നമുക്ക് കഴിയില്ല.